ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫോളോ അപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസാസ്റ്റർ എങ്ങനെയൊക്കെ ഏതൊക്കെ പോളിസീസ് ഉപയോഗിച്ച് നമുക്ക് പിന്നെ ഗവൺമെൻറ് അതോറിറ്റി റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ആസിഡ് റെയിൻ, ദെൻ ഓസോൺ ലെയറിൽ വരുന്ന ആ ഒരു പ്രശ്നം ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അത് നമ്മൾ സൺബേൺ എങ്ങനെയാണ് വരുന്നത് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ആസിഡ് റെയിൻ, കാർബൺ, പിന്നെ ഹരിതഗൃഹ പ്രഭാവം, ഹരിത ഇഫക്ട്സിലെ എന്താ പറയുക ഇഫക്ട്സ് ഗ്യാസസിൻ്റെ പേര് നൈട്രജൻ, ഓക്സിജൻ അത് പറഞ്ഞു. ദെൻ ഗ്രീൻ ഹൗസ്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ പറ്റി, അതാണ് മിസ്സിന് വിട്ടുപോയത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് പറഞ്ഞു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണൊക്കെ പറഞ്ഞു. ആസിഡ് റെയിനെ പറ്റി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ ആൻഡ് ഡെവലപ്മെൻറ്റ്, എന്താണ് ദുരന്തം അതും വികസനവും തമ്മിൽ എന്താണ് ബന്ധം. സാധാരണ ഒരു ഡിസാസ്റ്റർ നടന്നാൽ എന്താ സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? ആ ഒരു ഏരിയ മൊത്തം ഡിസ്ട്രോയ് ചെയ്യും, തകർന്നു പോകും. ഓക്കെ, സാധാരണ ഒരു നടന്നാൽ ആ ഏരിയ മൊത്തം തകർന്നു പോകും, തകർന്ന് തരിപ്പണമായി പോകും. പിന്നെ അവിടെ ഒരു വികസനം എന്ന് പറയുന്നത് കുറച്ചൊരു റെയർ എന്നല്ല, കുറച്ചൊരു ഓവർകം ചെയ്ത് അതിജീവിച്ച് അത് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ വിത്ത് ഗവൺമെൻറ് ഹെൽപ്പ്, അല്ലേ? ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, റിക്കവർ ചെയ്യാൻ പറ്റൂ. ആ ഒരു പ്ലേസും ആ കമ്മ്യൂണിറ്റി, ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പടുത്തുയർത്തണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും പ്ലാനിങ്ങും ഗൈഡ് ലൈൻസും അവരുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കമ്മ്യൂണിറ്റീനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റൂ. അതേപോലെ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ ഡെവലപ്മെൻറ്റിനുള്ള വേർഡാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്, വികസനം. ആ ഒരു ഡിസാസ്റ്റർ നടന്ന മേഖലയിൽ വികസനം എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്, ആ വികസനം വരണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്ത്. പിന്നെ പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാം ഇൻക്രീസിങ്ങും പ്രോഗ്രാം ഡിക്രീസിങ്ങും ഒക്കെ അതിൽ ഉൾപ്പെടുന്നു. ദ ഡിഫറൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫങ്ഷൻസും അത് ഏതൊക്കെ തരത്തിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇതിൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദർ ഈസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് എ വെരി ക്ലോസ് റിലേഷനാണ്. കാരണം എവിടെയാണോ ദുരന്തം നടന്നത് അവിടെ തന്നെയാണ് എന്ത് വികാസവും. അപ്പോൾ ക്ലോസ് റിലേഷനാണ്. കാരണം ഈ ഡിസാസ്റ്ററിന് കര കയറുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ക്ലോസ് റിലേഷൻ ആകുന്നത് എങ്ങനെ, ഡിസാസ്റ്റർ ഉള്ള സ്ഥലത്ത് മാത്രമേ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഡെവലപ്മെൻറ്റ് അവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു കമ്മ്യൂണിറ്റിക്ക്. പൊതുവേ അല്ല പറഞ്ഞത്, അങ്ങനെ ഒരു ഡിസാസ്റ്റർ നടന്ന സ്ഥലത്താണ് പറഞ്ഞത് ഡിസാസ്റ്റേഴ്സ് ഡെവലപ്മെൻറ്റ്. This is the close relationship between disasters and development. Initiative of development get destroyed by disasters, at the same time the produces opportunities for development. Then both be increased and decreased by strategies of development. Traditional approach to the disaster referred to be natural disasters can be gone and beyond human control, causing death and damage to property. അതായത് ട്രഡീഷണൽ അപ്രോച്ച് ടു ഡിസാസ്റ്റേഴ്സ്, അതായത് നമ്മുടെ പഴയകാല പരമ്പരാഗത രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡിസാസ്റ്റേഴ്സ് വന്നത് അതിനെപ്പറ്റി അനലൈസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഡാറ്റാസ് നോട്ട് ചെയ്യാനുണ്ട്. കാരണം അത് ഗോഡ്, അതായത് ആക്ട് ഓഫ് ഗോഡ്, അതെന്താണ് ട്രഡീഷൻ. ശാസ്ത്രീയപരമായി ചിന്തിക്കുമ്പോൾ എന്താണ്, ക്ലൈമറ്റ് കണ്ടീഷൻ കൊണ്ടോ വേറെ എന്തുകൊണ്ടോ ഒക്കെ വരുന്നതാണ് എന്ത് ആ ഒരു ഡിസാസ്റ്റർ. പക്ഷേ ട്രഡീഷണലി, ഇൻ ദ കേസ് ഓഫ് ട്രഡീഷണലി തിങ്കിങ്, പരമ്പരാഗത ചിന്തിക്കുമ്പോൾ അത് ഗോഡ്, ദ ആക്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കളിയാണെന്ന്. കാരണം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി തിരിച്ച് നമുക്ക് പണി തരുന്നതാണ് ഡിസാസ്റ്റർ എന്നാണ് അതിനൊരു ഇന്നർ മീനിങ് വരുന്നത്. ഓക്കെ, by disaster at the same time it produces opportunities for development. അവിടെ അങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെ അവസരം കൂടിയാണ്, അവിടെ ഡെവലപ്മെൻറ്റ് കൊടുക്കണം, അവിടെ വികാസം കൊടുക്കണം എന്നതിൻ്റെ ഒരു അർത്ഥം കൂടി, ഒരു കണ്ടന്റ് കൂടി അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ട്രഡീഷണൽ അപ്രോച്ച് ടു ഡിസാസ്റ്റർ റെഫർ ടു ബി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആക്ട് ഓഫ് ഗോഡ് ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ, കോസിങ് ഡെത്ത് ആൻഡ് ഡാമേജ് ഓഫ് പ്രോപ്പർട്ടി ആർ റവന്യൂ ലോസസ്. അത് മനുഷ്യൻ്റെ കൈയില്ലാതെ, അത് കറുത്ത കൈകൾ, മനുഷ്യൻ്റെ കൈകളില്ലാതെ ഓൺലി പ്രകൃതി മാത്രം ചെയ്യുന്ന ഒരു
സംഭവമാണ് എന്താ പറയുക ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണം, അവിടെ മണ്ണിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വന്നത് അതിന് മുകളിൽ എന്തൊക്കെയോ മണ്ണിനോട് ചെയ്തിട്ടുണ്ടാവും, അപ്പോഴാണ് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെയാണെങ്കിൽ in the past the most of development without considering the impact of disasters, without taking community to viewpoint plans to consideration. അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പരിഗണന കൺസിഡറേഷനോട് കൂടി ആ കമ്മ്യൂണിറ്റിയെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, കടമയാണ്. കൂടാതെ അതിനെന്താണ് അപ്പോൾ എന്ത് നഷ്ടപ്പെടുന്നു? ദ ലോസസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ലൈഫ്സ്. കുറേ ജീവിതങ്ങളും നമ്മളെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന വേർഡാണ് ദ ലോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ദ ലോസ് ഓഫ് ലൈഫ്. ഈ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കും തോറും ഈ ഒരു വാക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സെന്റൻസ് മറക്കാതിരിക്കുക. ദ ലോസ് ഓഫ് ലൈഫ് ആൻഡ് ദ ലോസ് ഓഫ് പ്രോപ്പർട്ടി. ഇതാണല്ലേ പ്രോപ്പർട്ടി എന്ന് മിസ് എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് ആവർത്തിച്ച് മിസ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്വത്ത് എന്ന് പറയുന്നത് അവനാൻ്റെ ഏക്കർ കണക്കിന് ഭൂസ്വത്ത് മാത്രമല്ല, അല്ലാതെ സാധന ജംഗമ വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെല്ലാം നമ്മുടെ സ്വത്തുക്കൾ തന്നെ. അതൊക്കെയാണ് ലോസ് ആവുന്നത്. അതെല്ലാം എന്തിലുൾപ്പെടുന്നു? നമ്മുടെ ലോസ് ഓഫ് ലൈഫ് ആൻഡ് ലോസ് ഓഫ് പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നു അല്ലേ. ആൻഡ് ഇറ്റ് കീമിങ് ദ മെയിൻസ്ട്രീം ഡിസാസ്റ്റർ റിയാക്ഷൻ സ്യൂട്ടബിൾ ഓഫ് ഡെവലപ്മെൻറ്റ്സ് ഫെൽറ്റ് ദ പാക്കേജ് ഓഫ് ബിൽഡിംഗ് പ്ലാൻ വുഡ് ഈൽഡ് ഫ്രം ഇസ് റിസൾട്ട് ഓഫ് മിനിമൈസ്. അതായത് ഒരു കമ്മ്യൂണിറ്റി മൊത്തം ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇനി പുനർനിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് പ്ലാൻ വരെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. Many increase to be development initiative following the development indicating following basic themes. അതായത് ഇങ്ങനെ ഡിസാസ്റ്റർ സംഭവിച്ച മേഖലയിൽ ഡെവലപ്മെൻറ്റ് വരണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റിംഗ് ഫോളോയിങ് ബേസിക് തീംസ്. താഴെ കൊടുത്ത ബേസിക് തീംസ് നോക്കാം നമുക്ക്. Vulnerability may increase due to development initiatives. Development initiatives may decrease vulnerability. For development initiatives, disasters is an opportunity. ഡെവലപ്മെൻറ്റിന് ഒരു അവസരം കൊടുക്കുകയാണ്. ഡിസാസ്റ്റർ ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ ഡെവലപ്മെൻറ്റിന് അവസരമുള്ളൂ. അതാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ക്യാൻ ഇൻക്രീസ് വളണബിലിറ്റി. അതെങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ വിത്തൗട്ട് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റ് മോർ എക്സ്പോസ് ടു നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് അതർ കലാമിറ്റീസ് അല്ലേ. അതായത് പോപ്പുലേഷൻ നിർബന്ധമാണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ്? പ്രശ്നം തന്നെയാണ് അല്ലേ. At the same time, however, the development of process of itself might increase vulnerability for the same disasters. There is a close link between might increase poverty, marginalization, overpopulation, and vulnerability. By the range of poverty gives rise to areas such as slope, fault, landslide, and often a result of importance of building code, structure, design, and quality control. Lack of knowledge leads to lack of awareness. The poor education with lack of awareness result in the absence of conscious with even increased vulnerability. People may simply അതായത് ലാക്ക് ഓഫ് നോളജ്, അതായത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാരണം എന്തിനില്ല? അവയർനെസ്. അവർക്ക് ബോധോദയം എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ കൊടുക്കുന്ന അറിവ് അവർക്കില്ല. Without the lack of awareness result in the absence of consciousness of increased vulnerability. People may simply unaware to option available them to reduction due to lack of awareness and education programs. എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിൻ്റെയും അവയർനെസ് ക്ലാസ്സിൻ്റെയും പോരായ്മ കൊണ്ടാണ് ഈ ഒരു ഡിസാസ്റ്ററിൻ്റെ വേറൊരു ഡിസാസ്റ്റർ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ഓരോ അതായത് മണ്ണിടിക്കരുത്, അതൊരു അവയർനെസ് ആണ്. പിന്നെ മൗണ്ടെയ്ൻസ് ഒക്കെ ഇടിഞ്ഞ് വീഴുന്ന താഴെ മണ്ണിടിച്ചിട്ടാണ് എന്താവുന്നത്? വയലൊക്കെ നികത്തുന്നുണ്ട് അല്ലേ. മണ്ണിടിച്ച് നമ്മൾ വയൽ നികത്തുന്നുണ്ട്, പിന്നെ പുഴയിലെ മണൽ വാരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യരുത് എന്നുള്ള അവയർനെസ് ക്ലാസ് ആൻഡ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ കൂടി എന്തിനുൾപ്പെടുന്നു എന്നാണ് പറയുന്നത്? പിന്നെ ഡിസാസ്റ്റേഴ്സ് വരാൻ ഉൾപ്പെടും.